ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം PS ടോക്സിന്റെ ഇന്നത്തെ ലൈവ് ക്ലാസ്സിലേക്ക്. പ്രീജ, ജിഷ, വിനിൽ, അലീന, ഫൗസിയ, അക്ഷർ, എല്ലാവർക്കും, പ്രജുഷ, അതുപോലെ ശില്പ, ജസീല, എല്ലാ സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ വളരെ ശക്തമായ തയ്യാറെടുപ്പുകളോടുകൂടി വലിയ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗം എങ്ങനെയും നേടിയെടുക്കണം എന്ന ആത്മാർത്ഥമായ തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, ഒരു രീതിയിലും അധൈര്യപ്പെടണ്ട, ആശങ്കപ്പെടണ്ട. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. PS ടോക്സിന്റെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായ തയ്യാറെടുപ്പുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പോലും നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ട ഉദ്യോഗം നേടാൻ കഴിയുക തന്നെ ചെയ്യും. കാരണം അതിനുള്ള കഴിവ് നിങ്ങളിലുണ്ട്, യാതൊരു സംശയവുമില്ല. എല്ലാവരും തുല്യമായ കഴിവുകളോടുകൂടിയാണ് ജനിച്ചു വീഴുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പക്ഷെ അവിടെ നോക്കൂ, എല്ലാവരും തുല്യ കഴിവുകളോടുകൂടിയാണ് ജനിക്കുന്നത്. പക്ഷെ ചിലർ മാത്രം വിജയിക്കുന്നു, ചിലർ പരാജയപ്പെട്ടു പോകുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വേണമെങ്കിൽ പറയും, എന്താണ് നമ്മൾ പറയും? കർമ്മഫലം, അല്ലെങ്കിൽ പിന്നെന്താണ്, സുഹൃതക്ഷയം, ഭാഗ്യദോഷം എന്നൊക്കെ പറയും. ഒരു മണ്ണാങ്കട്ടയുമല്ല, അതൊന്നും സത്യങ്ങളല്ല. എന്തുകൊണ്ടാണ് ചിലർ വിജയിക്കുന്നത്, ചിലർ പരാജയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, വിജയിക്കുന്ന ഓരോ മനുഷ്യന്റെയും പിന്നിൽ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒക്കെ ഒരു തെളിഞ്ഞ ചരിത്രമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് വിജയികളായി മാറണമെങ്കിൽ ആ ആത്മവിശ്വാസത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി, കഠിനാധ്വാനത്തോടുകൂടി, നിരന്തര പരിശ്രമത്തിലൂടെ, സ്ഥിരോത്സാഹത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അവിടെയാണ് പ്രധാന പരാജയം നമുക്ക് സംഭവിക്കുന്നത്. നോക്കൂ, ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആന ഒരിക്കലും അതിൻ്റെ ശക്തി തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ശക്തിയേക്കാളും വളരെ ദുർബലമായ ഒരു ചങ്ങല കൊണ്ട് അതിൻ്റെ കാലുകൾ ബന്ധിക്കുമ്പോൾ അത് അനങ്ങാതെ നിൽക്കുന്നതും ഭയപ്പെട്ട് നിൽക്കുന്നതും അത് പൊട്ടിച്ചു പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതും. എന്തുകൊണ്ടാണ് അതിൻ്റെ കരുത്തിനേക്കാളും ദുർബലമായ ചങ്ങല പൊട്ടിക്കാൻ കഴിയില്ല എന്ന് ആന വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈ കരുത്ത് ആർജിക്കുന്നതിന് മുമ്പ് വളരെ കുഞ്ഞുനാളിൽ തന്നെ ഇതിനെ ചങ്ങലയാൽ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെ ചങ്ങല പൊട്ടിക്കാൻ കഴിയില്ലായിരുന്നു. അത് അപ്പോഴു മുതൽ അതിൻ്റെ വിശ്വാസം ഇതാണ്: ചങ്ങലയിട്ടാൽ അത് പൊട്ടിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള വിശ്വാസം അതിൻ്റെ മനസ്സിൽ അടിയുറച്ചു പോയി. അതുകൊണ്ടാണ് പിന്നീട് എത്ര കരുത്ത് നേടിയാലും, എത്ര കഴിവ് നേടിയാലും അത് ആ ചങ്ങല, ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ, അല്ലെങ്കിൽ സ്വയം മോചിതനാകണം എന്ന് ചിന്തിക്കാത്തത്. സുഹൃത്തുക്കളെ, ഇതുപോലെയാണ് നമ്മളും. എത്ര തന്നെ കഴിവുകൾ നേടിയാലും, എത്ര തന്നെ വിദ്യാഭ്യാസം നേടിയാലും, എത്ര തന്നെ കരുത്താർജിച്ചാലും അത് നമ്മൾ തിരിച്ചറിയാതെ ആരോ ബന്ധിച്ച ചങ്ങലയിൽ കുടുങ്ങി, പരാജയഭീതിയുടെ ചങ്ങലയിൽ, അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലായ്മയുടെ ചങ്ങലയിൽ കുരുങ്ങി നമ്മൾ ഇങ്ങനെ അടിപ്പെട്ടു പോവുകയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്: നിങ്ങളുടെ കഴിവ് കേടും തിരിച്ചറിയുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവ് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത്, കരുത്തുണ്ടാകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോവുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓക്കെ 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 സറീന, ശരിയാണ്. ക്ഷമയോടുകൂടി പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ വിജയം നേടുന്നത്. നിങ്ങൾ PS ടോക്സിന്റെ രാവിലെയുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ വൈകിട്ടുള്ള ഈ ക്ലാസ്സുകളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്
നിരന്തര പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുക, നിങ്ങളുടെ കർമ്മം ചെയ്യുക, ഒട്ടും അധൈര്യപ്പെടേണ്ട, നിങ്ങൾക്ക് അർഹതപ്പെട്ട വിജയം നിങ്ങൾ നേടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. അതെ അതെ അതെ, ഷിജി വളരെ പോസിറ്റീവായിട്ടൊരു കമന്റ് ഇട്ടിരിക്കുകയാണ്. ആ കരുത്ത് നേടിക്കഴിഞ്ഞു, ഇനിയുള്ള നാളുകൾ അധ്വാനത്തിന്റെ നാളുകളാണെന്നാണ്. താങ്ക് യു സോ മച്ച് ഷിജി. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഷിജി മാത്രമല്ല, എല്ലാവരും, എല്ലാ സുഹൃത്തുക്കളും അങ്ങനെ തന്നെ, ആ മനസ്സുള്ളവർ തന്നെ ആയി മാറട്ടെ. അങ്ങനെ വലിയ വിജയത്തിലേക്ക് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അതിലൊരു 45-46 വകുപ്പ് വരെ ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? 36 മുതൽ 46, അതെ, 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 46 വരെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ 46 വരെ ഉള്ള പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഒരു കണക്ഷന് വേണ്ടിയിട്ട്, 37 എന്താ പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. 39 ചെറിയ ഡിയിൽ എന്താ പറയുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനം. അവിടെ ഒരു അനുബന്ധ ചോദ്യം കൂടെ പഠിച്ചു. തുല്യ വേതന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1976 ഓർമ്മയുണ്ടോ അതൊക്കെ പറയുന്നത്? അതെ. എന്നിട്ട് നമ്മൾ 39 വലിയ എ, 39 വലിയ എ, അവിടെ നമ്മൾ പറഞ്ഞു ആ ആർട്ടിക്കിൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്, മാർഗനിർദ്ദേശകത്വങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഭേദഗതിയിലൂടെയാണെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. ശില്പ, 42ാം ഭേദഗതിയിലൂടെ 1976 ആ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ആ 39A എന്താണ് പറയുന്നത്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന്, അല്ലെ? അതായത് തുല്യ നീതിയും സൗജന്യ നിയമസഹായവും നൽകിയിരിക്കണം. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകിയിരിക്കണം. പാവപ്പെട്ടവരെന്ന് ഞാൻ പറഞ്ഞ, നേരത്തെ ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നത് അർഹതപ്പെട്ടവർക്ക്, കൂടുതൽ ഇത് അർഹിക്കുന്നവർക്ക് നിയമസഹായം ലഭ്യമാക്കിയിരിക്കണം എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ 40 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. അതൊരു ഗാന്ധിയൻ തത്വത്തിൽ അധിഷ്ഠിതമായ വകുപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അതെ, പഞ്ചായത്ത് രാജുകൾ ഗാന്ധിയൻ തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ആർട്ടിക്കിൾ ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്ന ആശയം ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജിൽ നിന്ന് ആണ് നമ്മൾ ഉൾക്കൊണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് രാജ് എന്നും ഗ്രാമസ്വരാജ് എന്നും ഒക്കെ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സിൽ അതുണ്ട്, മാഞ്ഞിട്ടില്ല. നന്നായി നിങ്ങൾ പഠിക്കുന്നു, പരിശ്രമിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ എളുപ്പം കമന്റ് ചെയ്യാൻ കഴിയുന്നത്. വളരെ സന്തോഷം. അപ്പം 40 കഴിഞ്ഞാൽ നമ്മൾ 42ലേക്ക് പോയി. 42 നമ്മൾ പറഞ്ഞ എന്താണ്? മെറ്റേണിറ്റി ബെനിഫിറ്റ്, അല്ലേ? അതായത് പോഷകാഹാരങ്ങളുടെ ലഭ്യതയും പ്രസവ ആനുകൂല്യങ്ങളും ഒക്കെ ലഭ്യമായിരിക്കണം എന്ന് പറഞ്ഞു. 42. 43 ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ വകുപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? 43 ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? അത് തന്നെ, കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രി, കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം ഗാന്ധിജിയുടെ സ്വപ്നമാണെന്ന് ഞാൻ പറഞ്ഞു. 43 പറയുന്നു. പിന്നെ 43A വലിയ ആണ്. 43A 42ാം ഭേദഗതിയിലൂടെ തന്നെ ഉൾപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? 42ാം വകുപ്പിൽ വിദ്യ കറക്റ്റ്. 40, 43, 46 ഒക്കെ നമ്മൾ ഗാന്ധിയൻ തത്വങ്ങൾ ലാസ്റ്റ് പറഞ്ഞതുവരെയുള്ള ആർട്ടിക്കിൾ പറഞ്ഞു. ഇനിയുണ്ട്, അതിലേക്ക് വരാം. എന്തായാലും കൺഗ്രാജുലേഷൻ വിദ്യ, അത് ഓർത്തല്ലോ. അപ്പം 40 പിന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഗാന്ധിയൻ തത്വങ്ങൾ അധിഷ്ഠിതമാണ്. 43 കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. പിന്നെ 43A നമ്മൾ 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ മറ്റൊരു വകുപ്പാണെന്ന് പറഞ്ഞു. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. അർച്ചന, കൺഗ്രാജുലേഷൻ. അത് തന്നെയാണ്. എന്താണ്? തൊഴിലാളികളുടെ പങ്കാളിത്തം. എവിടെ? വ്യവസായശാലകളുടെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. വെരി ഗുഡ്. പഠിപ്പിച്ച ഒന്നും മറന്നിട്ടില്ല സുഹൃത്തുക്കളെ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് 44 എന്ന് ഞാൻ പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡ്. അതെ, ഏകീകൃത. അത് ഒരു കാരണവശാലും മറക്കരുത്.
ഞാൻ പറഞ്ഞതുപോലെ നിലവിലെ ഒരു വലിയ ഇഷ്യൂ ആണ്. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. രാജ്യത്താകമാനം ഒരു ഏകീകൃത സിവിൽ നിയമസംഹിത നടപ്പിലാക്കണം എന്ന് പറയുന്ന വകുപ്പാണ് യൂണിഫോം സിവിൽ കോഡ്. അവിടെ 2 ചോദ്യങ്ങളും കൂടെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ സൂര്യ കമന്റ് ചെയ്തു, കൺഗ്രാജുലേഷൻ, ഗോവയും ഉത്തരാഖണ്ഡും ആണ് നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു. അവിടെ സ്വതന്ത്ര ഇന്ത്യയിൽ നിയമസഭയിൽ യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഗോവയിൽ നേരത്തെ നിലവിലുണ്ടായിരുന്നു, അവിടെ നിയമസഭ പാസാക്കിയതല്ല. പോർച്ചുഗീസ് അധീനതയിലായിരുന്നപ്പോൾ തന്നെ അത് ബാധകമായിരുന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്നും നിങ്ങൾക്ക് ഇനി ആശയക്കുഴപ്പം ഉണ്ടാകില്ല. എന്നിട്ട് 45 നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണ് ആരെ സംശയം? എന്താണ്? എനിക്ക് എന്തോ ഒരു കമന്റ്, ദീർഘമായ ഒരു കമന്റ് ഒന്ന് മാഞ്ഞു പോയി, ഞാൻ പിന്നെ നോക്കിക്കോളാം. നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? 45-ാം വകുപ്പിൽ എന്താ പറഞ്ഞത്? 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് നല്ല പരിചരണവും വിദ്യാഭ്യാസത്തിനും വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഫൗസിയ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വെരി 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 ഗുഡ്, വളരെ സന്തോഷം. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അലീനയും ഒക്കെ നമ്മൾ ആൻസർ പറയുന്നുണ്ട്. അതായത് 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അത് മാറ്റിയത്, ഈ വകുപ്പിൽ മാറ്റം വരുത്തിയ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ 86-ാം ഭേദഗതി 2002-ലാണ്. ആ മാറ്റമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. സുഹൃത്തുക്കളെ, ഇത്രയാണ് പറഞ്ഞത്. അല്ല, ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു അല്ലേ? 46, അതും ഗാന്ധിയൻ സ്വപ്നമാണ്. രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഉന്നമനം പറയുന്നതാണ് ഏതില്? 46-ാം വകുപ്പ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പം ഗാന്ധിയൻ തത്വങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് വന്നാൽ 3 എണ്ണമായി. 40-ാം വകുപ്പ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, 43 കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, 46 പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികമായ ഉന്നമനം. ഓക്കെയാണ്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയല്ലോ? വെരി ഗുഡ്. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും, ഒരുപാട് സുഹൃത്തുക്കൾ അത് ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളിത് നന്നായി പഠിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഇനിയുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി കുറച്ച് വകുപ്പുകളേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഞാൻ അതാ പറയുന്നു, 47. അവിടെയും എഴുതി വെച്ചോളൂ, ഗാന്ധിയൻ തത്വങ്ങൾ അധിഷ്ഠിതമായ വകുപ്പ് തന്നെയാണ്. ഇപ്പം 46-ോടൊപ്പം 47 കൂടി അല്ലേ? 40, 43, 46, 47 ഗാന്ധിയൻ. ഇനിയും വരും. അപ്പം നോക്കൂ, ഇവിടെ നമ്മൾ പറയുന്നത് 47 എല്ലാവർക്കും അറിയാം. എന്താണ് അവിടെ ശരിക്ക്? പിന്നെ മദ്യനിരോധനം എന്നൊരു വാക്കിൽ നമുക്കത് പറയാമെങ്കിലും പൂർണ്ണമായും നമുക്കിങ്ങനെ പറയാം, ആരോഗ്യത്തിന് ഹാനികരമായ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിരോധനമാണ്. അത് കുറിച്ച് വെച്ചോളൂ. 47-ാം വകുപ്പ് ആരോഗ്യ. ഇതുപോലെ ഞാൻ സ്ലോയിൽ പറയാം കേട്ടോ. നേരത്തെ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആരോഗ്യത്തിന് ഹാനികരമായ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിരോധനം. ആരോഗ്യത്തിന് ഹാനികരമായ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിരോധനം. മദ്യമൊക്കെ നിരോധിക്കണം എന്ന ആശയം ഗാന്ധിജിയുടെ ആശയം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം അത് 47-ഉം ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. അവിടെ 1-2 ചോദ്യങ്ങളുണ്ട് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, ഇതെഴുതി കഴിഞ്ഞോ? മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിരോധനം എന്നെഴുതിയാൽ മതി. അതെഴുതി കഴിഞ്ഞോ? 47 എഴുതി കഴിഞ്ഞെങ്കിൽ അവിടെ ഒരു കാര്യം, ഒരു പോയിന്റ് കൂടെ എഴുതണം. ഗാന്ധിയൻ തത്വങ്ങൾ അധിഷ്ഠിതമായ മറ്റൊരു വകുപ്പ്. അതുകൂടെ എഴുതിയിട്ട് ഞാൻ പറയുന്നൊരു കാര്യം കൂടെ എഴുതി വെച്ചോളൂ. മദ്യം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? ലിസ്റ്റുകൾ നമ്മൾ പിന്നീട് എടുക്കും, പക്ഷെ ഇപ്പോൾ തന്നെ പഠിച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. യൂണിയൻ ലിസ്റ്റിലാണോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, കൺകറന്റ് ലിസ്റ്റിലാണോ? ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം ഷെഡ്യൂളില്
കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരങ്ങൾ വിഭജിച്ചു വച്ചിട്ടുണ്ട് 3 ലിസ്റ്റുകളിലായിട്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അത് ഏത് ലിസ്റ്റിലാണ് മദ്യം ഒരു വിഷയമായി വരുന്നത്? ഒരു സംശയവും വേണ്ട, നിങ്ങൾ പറഞ്ഞ തന്നെയാണ് ആൻസർ. സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെയാണ്. കുറിച്ച് വെച്ചോളൂ, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മദ്യം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം. അതുപോലെ ഓർത്തോളൂ, അതുകൊണ്ടാണ് നമ്മുടെ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? സ്റ്റേറ്റ്, അതാത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. കേന്ദ്ര ഗവൺമെന്റ് അല്ല രാജ്യത്താകെ മദ്യം നിരോധിക്കുന്നത്, മദ്യവുമായി ബന്ധപ്പെട്ട നയരൂപീകരണം നടത്തുന്നത്. അതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതാത് സർക്കാരാണ്. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, അതുകൂടെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് എഴുതി വെച്ചോളൂ. എങ്ങനെ? അതായത് സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യയിലെ സംസ്ഥാനമേത്? എഴുതിക്കോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. കമന്റ് ചെയ്ത സുഹൃത്തുക്കൾ 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ്, ഗുജറാത്ത് ആണ്. ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ ക്വസ്റ്റ്യൻ. സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനമേത്? ഗുജറാത്ത്. ആ സംസ്ഥാനം എന്ന് ഫോം ചെയ്തു അന്നു മുതൽ ഇന്നു വരെ അവിടെ മദ്യം നിരോധിച്ചിരിക്കുകയാണ്. മദ്യലഭ്യത ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ്. നോക്കൂ, ഇത് പല സംസ്ഥാനങ്ങളും പരീക്ഷിച്ചിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ അത് നിർത്തലാക്കിയിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ബീഹാറൊക്കെ അതിന് ഉദാഹരണമാണ്. ബീഹാറിലൊക്കെ ഇടയ്ക്ക് മദ്യനിരോധനം ഉണ്ടായിരുന്നു. നോക്കൂ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് മദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മദ്യം നിരോധിക്കുന്നതോ മദ്യവുമായി ബന്ധപ്പെട്ട നയരൂപീകരണം നടത്തുന്നതോ ഒക്കെ ഉള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ്? അത് അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. ഇപ്പം നമ്മുടെ കേരളത്തില് മദ്യനിരോധനം നടത്താൻ പോവുകയാണ്. ഇന്ന് പിണറായി സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇനി മുതൽ കേരളത്തിൽ മദ്യലഭ്യത ഉണ്ടായിരിക്കുന്നതല്ല. ബിവറേജസ് കോർപ്പറേഷൻസ് എല്ലാം അടച്ചുപൂട്ടുന്നു, ബാറുകളെല്ലാം അടച്ചുപൂട്ടുന്നു എന്നിന്നൊരു പ്രഖ്യാപനം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? കേരളം കത്തും, അല്ലേ? അത് വേറെ കാര്യം. അങ്ങനെ ഒരു തീരുമാനം തീർച്ചയായിട്ടും പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൂടെ നമ്മൾ പറയണം. തികച്ചും അപ്രായോഗികമായിരിക്കും. അത് ഗുണത്തെക്കാളേറെ ഏറെ ദോഷം ചെയ്യുന്ന ഒരു തീരുമാനമായിരിക്കും. അങ്ങനെയൊന്നും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിക്കാൻ പറ്റില്ല. എങ്കിൽ മദ്യത്തിനേക്കാളും ഗുരുതരമായ മയക്കുമരുന്നുകളും മറ്റും കൊണ്ടിവിടെ നിറയും. അതൊരു സത്യമാണ്. കാരണം അത്രത്തോളം മദ്യത്തിന്റെ കൺസംഷൻ ഇവിടെ കൂടുതലാണ്. ഒരുപാട് പേര് ഇപ്പം മദ്യപിക്കാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് ഒരുപാട് നല്ല ചെറുപ്പക്കാർ മുതൽ വയസ്സന്മാർ വരെയുള്ള ആൾക്കാർ ഇങ്ങനെ മദ്യപിച്ച് ഇപ്പം അതൊരു ശീലമായി മാറി. ഒരുപാട് നല്ല ചെറുപ്പക്കാർ, എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്. വളരെ കഴിവും പ്രാപ്തിയുമുള്ള സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും വലിയ നമ്മുടെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനൊക്കെ ഉത്തരവാദപ്പെട്ട യുവതലമുറയൊക്കെ ഈ മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്, അല്ലേ? ഒരുപാട് പേരുണ്ട്, ചെറുപ്പക്കാർ, ഒരുവിധപ്പെട്ട എല്ലാവരും. നിങ്ങളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങളെ അല്ല ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളല്ല എന്നങ്ങനെ തറപ്പിച്ച് പറയാനും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്ലാസ് തന്നെ 2 അടിച്ചുകൊണ്ട് കാണുന്നവരും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. പോട്ടെ. അപ്പൊ എന്തായാലും ശരി, ഞാൻ പറഞ്ഞത് മദ്യനിരോധനം, സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ് എന്ന് ഓർമ്മിച്ചോളുക. മദ്യം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് എന്ന് വ്യക്തമായി പറയുക. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലൗഡ് ഇഷ്യൂ ആയതുകൊണ്ട് റെക്കോർഡിങ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, നമുക്ക് ഇന്നലെ മുതൽ അന്തരീക്ഷത്തിൽ ചെറിയ വ്യത്യാസം വന്നു. ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ നല്ലൊരു മഴയുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരത്ത് ഇന്നലെ ഒറ്റപ്പെട്ട ഒരു മഴയൊക്കെ പെയ്തു. അപ്പോൾ അന്തരീക്ഷം ഇന്നും അതിൻ്റെതായ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുമുണ്ട്. ചിലപ്പോൾ രാത്രിയിൽ പെയ്യുമായിരിക്കാം. പെയ്യട്ടെ. കാരണം ഒരുപാട് സ്ഥലത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെയായി ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ മഴയൊക്കെ ഇച്ചിരി പെയ്യട്ടെ. ചാറ്റൽ മഴയൊക്കെ ഉണ്ടല്ലേ പലയിടത്തും. ഓക്കെ. ആലപ്പുഴയിലൊന്നും ഇല്ലായിരുന്നു അല്ലേ? മനീഷ ആലപ്പുഴയിലാണോ?
ആലപ്പുഴ ഇല്ലായിരുന്നു. അതെ അതെ അതെ, തിരുവനന്തപുരത്തുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഒരു മഴയെ പെയ്തുള്ളൂ. ഇനിയും വരും, എല്ലായിടത്തും വരും, വ്യാപകമായിട്ട് വരും. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത് ഇതാണ്. 47 പറഞ്ഞു, മദ്യനിരോധനം. ഓർമ്മിച്ചോളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ ഞാൻ തരും. തീർച്ചയായിട്ടും നിങ്ങളത് അതും കൂടി ഇതിന് ശേഷം കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. ഇത് പറഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് പ്രധാന ചോദ്യങ്ങൾ ഞാൻ തരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കൂ, 48-ാം വകുപ്പ്. 48-ാം വകുപ്പ് എന്താണോ? 48 അവിടെ നമ്മൾ പറയുക പിന്നെ ഗോവധ നിരോധനം എന്ന് പറയുന്നതിന് മുമ്പ് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഗോവധ നിരോധനത്തിലേക്ക് വരാം. അവിടെ ആദ്യം പറയേണ്ടത് കൃഷിയും മൃഗസംരക്ഷണവും എന്നാദ്യം പറയുക. എന്താണ് കൃഷിയും മൃഗസംരക്ഷണവും? എന്താണ് കൃഷിയും മൃഗസംരക്ഷണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷിയും മൃഗസംരക്ഷണവും, അതായത് നമ്മുടെ പിന്നെ മൃഗങ്ങളെ സംരക്ഷിച്ചിരിക്കണം, കൃഷി പിന്നെ ഓർഗനൈസ് ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നതാണ്. ആ മൃഗസംരക്ഷണത്തിലാണ് എന്തു വരുന്നത്? ഗോവധ നിരോധനം. അപ്പം നിങ്ങൾ ആർട്ടിക്കിൾ 48 എന്ന് എഴുതിയിട്ട് കൃഷിയും മൃഗസംരക്ഷണവും എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഗോവധ നിരോധനം എന്നുകൂടി എഴുതുക. കൃഷിയും മൃഗസംരക്ഷണവും എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഗോവധ നിരോധനം എന്നുകൂടി എഴുതുക. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? എന്നിട്ട് ഈ ഗോവധ നിരോധനവും ആരുടെ സ്വപ്നമായിരുന്നു? ഗാന്ധിജി. അപ്പൊ ഇതും ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഗാന്ധിയൻ തത്വങ്ങൾ അധിഷ്ഠിതമായ എനിക്ക് തോന്നുന്നു ഒരു 5 ആർട്ടിക്കിൾ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഗാന്ധിയൻ തത്വങ്ങൾ, ബാക്കി ഇനി അങ്ങോട്ട് ഇല്ല. അപ്പൊ ഇത്രയും ആ 5 ആർട്ടിക്കിളുകൾ ഒന്ന് കമന്റ് ചെയ്യാമോ? ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ 5 ആർട്ടിക്കിളുകൾ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇതുവരെ നമ്മൾ പഠിച്ചത് നോക്കട്ടെ, ആർക്കൊക്കെ അറിയാമോ നോക്കട്ടെ. അപ്പൊ ചോദ്യം ഇതാണ്. വേണമെങ്കിൽ ആ ചോദ്യം തന്നെ എഴുതി വെച്ചോളൂ, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി വെച്ചോളൂ. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ, ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനാനുച്ഛേദങ്ങൾ. ആ ഒരു ചോദ്യമായിട്ട് തന്നെ എഴുതിക്കോളൂ, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി വെച്ചോളൂ. ഇവിടെ അവസാനിക്കുകയാണ്, അപ്പൊ ഇവിടെ തന്നെ എഴുതിക്കോളൂ. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ, ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനാനുച്ഛേദങ്ങൾ എന്നെഴുതിയിട്ട് 40, 43, 46, 47, 48 എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഇപ്പൊ അറിയാമെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ, ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനാ വകുപ്പുകൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ. ഓക്കെ ആണോ? കിട്ടിയോടോ? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ, ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനാ അനുച്ഛേദങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ, അത്രയും കഴിഞ്ഞു. അപ്പൊ നമ്മൾ 48 പറഞ്ഞു. ഇനി ഇതാ വരുന്നു ഒരു 48A. അവിടെയും എഴുതി വെച്ചോളൂ, ഇതും 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഉൾപ്പെടുത്തിയതാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിളാണ്. എഴുതി വെച്ചോളൂ, 42ാം ഭേദഗതി. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ ഗാന്ധിയൻ തത്വങ്ങളുടെ ആർട്ടിക്കിൾ എഴുതിയതുപോലെ ഒരു ചോദ്യം എഴുതി വെച്ചോളൂ. കാരണം ഇതും ഇവിടെ അവസാനിക്കുകയാണ്. 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ വകുപ്പുകളിലൂടെ അവസാനിക്കണം. അപ്പോൾ ഒരു ചോദ്യം എഴുത്. 42ാം ഭേദഗതിയിലൂടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാനുച്ഛേദങ്ങൾ 39A, 43A, 48A. 48A പറയാം, എന്താണെന്ന് പറയാം. ആദ്യം ഇത് എഴുതിക്കോളൂ, ഇങ്ങനെ എഴുതി വെച്ചോളൂ. 42ാം ഭേദഗതിയിലൂടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ അനുച്ഛേദം. സ്മാൾ അല്ല, വലിയ രേഷ്മ, എല്ലാ ഈ ഉൾപ്പെടുത്തിയ എല്ലാം എ വലുതാണ്. 39A, 43A, 48A എല്ലാം വലിയ എ ആണ് കേട്ടോ. അപ്പം ആ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 42ാം ഭേദഗതിയിലൂടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളേവ 39A, 43A, 48A. അതിൽ 39Aയും 43Aയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 48A പറയാൻ പോവുകയാണ്. ഓക്കെ ആയോ? എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിപ്പോ. അപ്പോഴപ്പോഴുള്ള ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പഠിച്ചാൽ വളരെ വളരെ എളുപ്പമായിരിക്കും. കാരണം അങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഈ ക്ലാസ് തുടക്കത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയുന്നത്. പറയാം അശ്വിനി. അതായത് 42ാം ഭേദഗതിയിലൂടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏവാ. ഒരു 3 അനുച്ഛേദം, 2 നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഒന്നുകൂടെ പറയാം.
39A, 43A, 48A. ഇനി 48A എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് വിശദമായി പറയാൻ പോവുകയാണ്. 48A പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. അങ്ങനെ എഴുതി വെച്ചാൽ മതി. പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. അതേതാണ്? 48A ആണ്. പിന്നീട് 42ാം ഭേദഗതിയുടെ കൂട്ടിച്ചേർത്താണ്. നേരത്തെ ഉള്ളതല്ല. 1976 42ാം ഭേദഗതിയുടെ കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ്. 3 വകുപ്പുകളാണ് അങ്ങനെ മാർഗനിർദ്ദേശകത്വങ്ങൾ കൂട്ടിച്ചേർത്തത്. 39A, 43A, 48A. 48Aയിൽ പറയുന്നത് പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. കിട്ടിയോ? ഇത്രയും കിട്ടിയോടോ? പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വകുപ്പിൽ എന്താ നിർദ്ദേശിക്കുന്നത്? നിങ്ങളിവിടെ മനസ്സിലാക്കി പോകണം കേട്ടോ. അതായത് ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് മാത്രം, മനുഷ്യർക്ക് മാത്രം അങ്ങനെ വികസിച്ചു പോയാൽ ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പറ്റില്ല. നമ്മൾക്കൊപ്പം ആനുപാതികമായി പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിച്ചിരിക്കണം, വനങ്ങളെ സംരക്ഷിച്ചിരിക്കണം, വന്യജീവികളെ സംരക്ഷിച്ചിരിക്കണം. ഇതൊക്കെ ഒരു പരസ്പര പൂരകങ്ങളായി മുന്നോട്ട് പോകേണ്ടുന്ന സംവിധാനങ്ങളാണ്. അല്ലാതെ ഇവിടെ മനുഷ്യന് മാത്രം, ഇടയ്ക്ക് മനുഷ്യൻ അങ്ങനെയുള്ള ചില ദുരാഗ്രഹങ്ങൾ വരുമ്പോഴാണ് പ്രകൃതി നമ്മളോട് ക്ഷോഭിക്കുന്നത്. അപ്പോഴൊക്കെയാണ് വെള്ളപ്പൊക്കമായിട്ടും ഉരുൾപൊട്ടലായിട്ടും മേഘസ്ഫോടനമായിട്ടും ഒക്കെ നമ്മളോട് പ്രകൃതി പകരം ചോദിക്കുന്നത്, അല്ലേ? അതായത് പരിസ്ഥിതിയെ മറന്നുകൊണ്ട് മണല് കൊള്ള, അതുപോലെ തന്നെ വനം കൊള്ള, വന്യജീവികളെയൊക്കെ നശിപ്പിക്കുന്നു. ഇതൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ റിയാക്ഷൻ നമുക്കുണ്ടാകുന്നത്. പല ദുരന്തങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. അതെവിടെയാണ് കലേസി നമ്മുടെ മഴ തുടങ്ങിയെന്ന് പറയുന്നത്? ഏത് സ്ഥലത്താണ് ഇയാൾ താമസിക്കുന്നത്? കോട്ടയം. പെയ്യട്ടെ, നല്ല കാര്യമല്ലേ. ഇപ്പോഴൊക്കെ മഴ പെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. നമ്മൾ ഒരു കാലത്ത് 2018 മഴയെന്ന് കേൾക്കുമ്പോൾ പേടിയായിരുന്നു നമുക്കല്ലേ. ഇപ്പം നമ്മളൊന്ന് മഴ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഇരിക്കുകയാണ്. കാരണം കുടിവെള്ളത്തിനൊക്കെ ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മഴ കിട്ടണം. അതുപോലെ വേനൽ മഴയൊക്കെ ഇടയ്ക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ വർഷം അങ്ങനെ വേനൽ മഴയൊന്നും വലുതായിട്ട് കേരളത്തിൽ പെയ്തില്ല. കാരണം ഈ കുംഭമാസമൊക്കെ കഴിഞ്ഞു. സാധാരണ കുംഭം മാസമൊക്കെ ആകുമ്പോൾ 1-2 മഴയൊക്കെ പെയ്യേണ്ടതാണ്. കുംഭഭരണിയോടനുബന്ധിച്ചും അതുപോലെ ശിവരാത്രിയോടനുബന്ധിച്ചും ഒക്കെ സാധാരണ മഴ പെയ്യാറുണ്ടായിരുന്നു. ആ മഴയൊന്നും ഈ വർഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ നമ്മൾ അപകടത്തിലേക്ക് പോകും. ഒന്നാമത്തെ കാര്യം, ചൂടുകൊണ്ട് മനുഷ്യന് സഹികെട്ടിരിക്കുകയാണ് ഒന്ന്. പിന്നെ ഈ കുടിവെള്ളത്തിൻ്റെ തന്നെ ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ വലിയ നെട്ടോട്ടം ഓടുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന്, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടല്ലേ. അശ്വതി, ആ സാധനങ്ങളൊക്കെ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ. മഴ പെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിനോടൊപ്പം പിന്നെ ചില ബൈ പ്രോഡക്റ്റുകളായിട്ട് ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഭയപ്പെടുന്നത് അല്ലേ. സാരമില്ല, അതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ചില വികൃതികളാണല്ലോ. അതൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാകുള്ളൂ. ആയിക്കോട്ടെ. അപ്പം നമ്മൾ പറഞ്ഞ ഇതാണ്. ഇപ്പം നോക്കൂ, ഏത് പ്രകൃതിയുടെ പ്രതിഭാസം വരുമ്പോഴും നമ്മൾ ഇച്ചിരി മുൻകരുതൽ എടുക്കുക. ഇടിയും മിന്നലും ഒക്കെ വരുമ്പോഴും അതുപോലെ തന്നെ മഴ കൂടുമ്പോഴും ഒക്കെ നമ്മൾ ഇച്ചിരി മുൻകരുതൽ എടുത്താൽ ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ അതിജീവിക്കാൻ കഴിയും. എല്ലാവരും അങ്ങനെ ടേക്ക് കെയർ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം ശരി, നമ്മൾ പറഞ്ഞത് 48A പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. 49 എന്താണോ? 49 48 മനസ്സിലായല്ലോ. പരിസ്ഥിതി, വനം, വന്യ, അതായത് പരിസ്ഥിതിയെ സംരക്ഷിച്ചിരിക്കണം, വനത്തെ സംരക്ഷിച്ചിരിക്കണം, വന്യജീവികളെ ഒക്കെ നമ്മൾ സംരക്ഷിക്കണം, ഇൻക്ലൂഡിങ് അരിക്കൊമ്പൻ അല്ലേ, ഒക്കെ നമ്മൾ സംരക്ഷിച്ചിരിക്കണം എന്നാ പറയുന്നത്. ഇനി 49 പറയുന്നത് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം, പ്രിസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ് എന്നാ പറയുന്നത്. ചരിത്ര സ്മാരകങ്ങള്, നമ്മൾക്ക് പൈതൃകങ്ങളായി കിട്ടിയ ചില സ്മാരകങ്ങളുണ്ട്. മ്യൂസിയങ്ങളിൽ ഇരിക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പല സ്റ്റാച്യു ആയാലും ശരി,
ഒരുപാട് നമുക്ക് പൈതൃകങ്ങളായി കിട്ടിയ ചില സമ്പത്തുണ്ട്. അത് നമുക്ക് ഒരു തലമുറയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ ഉള്ളതല്ല. നമ്മളത് കരുതലോടെ ഉപയോഗിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം. ലാൽ കൃഷ്ണ, വന്യജീവി ലിസ്റ്റ് ഏതാണെന്ന് പറയും. എൻ്റെ ദൈവം, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വന്യജീവികളുടെ ലിസ്റ്റൊക്കെ ഇപ്പോൾ കൊച്ചുകുട്ടികളോട് ചോദിക്കും പോലെ ചോദിക്കുകയാണല്ലോ. ഇവിടെ വന്യജീവികളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, കാട്ടിലും ഒക്കെ വസിക്കുന്ന ജീവികൾ, ആന, പുലി, കടുവ, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെല്ലാം വന്യജീവികളല്ലേ. അത് ലാൽ കൃഷ്ണയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം വരുന്നത്? വന്യജീവികൾ ഏത് ലിസ്റ്റിൽ നിന്നാണോ ഉദ്ദേശിക്കുന്നത്? ലിസ്റ്റ് എനിക്ക് മനസ്സിലായില്ല. ചോദ്യം എന്താണ്? ഏത് ലിസ്റ്റാണെന്നാണോ ചോദിച്ചത്? എന്താണ്? അല്ല, വന്യജീവി അതാണ് ഇപ്പൊ നമ്മുടെ ഭരണഘടനയിലെ ലിസ്റ്റാണോ ഉദ്ദേശിക്കുന്നത്? അത് എനിക്ക് വ്യക്തത വന്നില്ല. അത് ലിസ്റ്റ് നമ്മൾക്ക് ഇത് കഴിഞ്ഞ ഉടനെ എടുക്കാം. അപ്പൊ നമ്മൾ വിശദീകരിക്കാം. അതിനകത്ത് വരുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് ഉറപ്പിച്ച് പോകാവുന്നതാണ്. യെസ്. അപ്പൊ നമ്മൾ പറയുന്നത് നോക്കൂ, ഇവിടെ 49 ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം. ചരിത്ര സ്മാരകങ്ങൾ നമ്മൾ സംരക്ഷിച്ചിരിക്കണം. പിന്നെ 50-ാം വകുപ്പിൽ എന്താ പറയുന്നത്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിച്ചിരിക്കണം. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അതായത് നിങ്ങൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിക്കോളൂ: നീതി നിർവഹണ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കണം. നീതി നിർവഹണം അങ്ങനെ എഴുതിയാൽ നീതി നിർവഹണ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്കറിയാം, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും രണ്ടും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ട വലിയ അധികാര സ്രോതസ്സുകൾ തന്നെയാണ് രണ്ടും. ഒരിക്കലും എക്സിക്യൂട്ടീവിന്റെ മേൽ ജുഡീഷ്യറിയോ ജുഡീഷ്യറിയുടെ മേൽ എക്സിക്യൂട്ടീവോ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. അത് രണ്ടും രണ്ടായി തന്നെ പ്രവർത്തിക്കണം. കാരണം നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറിയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, ഇന്ത്യയിലെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി, വളരെ സ്വതന്ത്രവും അതുപോലെ തന്നെ സംയോജിതവും നീതിയുക്തവുമായ ഒരു ജുഡീഷ്യറി സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ട് സ്വതന്ത്രമായി തന്നെ പ്രവർത്തിച്ചിരിക്കണം. അതിൻ്റെ മേൽ വേറെ ആരും കൈകടത്താനും പാടില്ല, അത് മറ്റൊന്നിൻ്റെ അധികാരത്തിൽ കൈകടത്താനും പാടില്ല. ഇപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കാര്യനിർവഹണ വിഭാഗം, ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ ഘടകങ്ങളായിട്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും ഒക്കെ. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിച്ച് കാണണം എന്ന് പറയുന്നതാണ് 50-ാം വകുപ്പ്. ഇനി ഒരൊറ്റ വകുപ്പ് കൂടെ ഉള്ളൂ, 51. 51 പറയാമോ? 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. അത് തന്നെ, ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അങ്ങനെ പറഞ്ഞാൽ മതി. അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനം. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ എന്താ പറയുന്നത്, അവരെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കും എന്നുള്ള ഭയപ്പാടുണ്ടാകുമ്പോഴോ ആക്രമണം ഉണ്ടാകുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ജനങ്ങൾക്ക് സംരക്ഷണം നൽകി അവരുടെ മനസ്സിലെ ഭയപ്പാടുകളൊക്കെ അകറ്റി അങ്ങനെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അത്രേ ഉള്ളൂ. അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും എന്ന് പറഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രത്തിലേക്ക് നീങ്ങുന്നത് എന്നർത്ഥം. പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അത് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആർട്ടിക്കിളുകളെല്ലാം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് പറഞ്ഞ ചില ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളിലും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം. ഇതിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു കോളത്തിൽ അത് പെട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ഓരോ വാക്കുകൾ എഴുതി വെച്ചോളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ. മറക്കാൻ പാടില്ലാത്ത ഒരു 4 വകുപ്പുകൾ ഞാൻ പറയുകയാണ്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ അതൊരു കോളത്തിൽ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും എഴുതണ്ട. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്, ആർട്ടിക്കിൾ 47 മദ്യനിരോധനം, ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. ഇത് ഇത്ര ഒരു കോളത്തിലിട്ടാൽ ഇതിൽ നിന്നൊരു മാർക്കുണ്ട്. പഠിച്ചത് തന്നെയാണ്, നമ്മൾ ഒന്ന് വേർതിരിച്ച് പറയുന്നതേ ഉള്ളൂ.
ഒന്നൊരു കോളത്തിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ. ഏറ്റവും ഇതുവരെ നമ്മൾ ഇതിൽ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഞാനൊന്ന് തരംതിരിച്ച് പറയുകയാണ്. അത് ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് എഴുതിയിട്ട്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഞാൻ ഈ പറയുന്ന ഒരു 4 ആർട്ടിക്കിൾ എഴുതിയിട്ട് അത് മൊത്തത്തിൽ ഒരു കോളത്തിൽ അങ്ങ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആർട്ടിക്കിൾ 40 സ്ഥിരം ചോദിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. എഴുതിയോ? ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. അതിനെ വിശദീകരിച്ചൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് മാത്രം ഓർക്കാൻ വേണ്ടിയിട്ട് 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, 44 ഏകീകൃത സിവിൽ നിയമ സംഹിത അഥവാ യൂണിഫോം സിവിൽ കോഡ്, 47 മദ്യനിരോധനം, 48 ഗോവധ നിരോധനം. കൃഷി മൃഗസംരക്ഷണം നമ്മൾ നേരത്തെ പഠിച്ചത്. ഇവിടെ ഇപ്പം അങ്ങനെ എഴുതിയാൽ ഗോവധ നിരോധനം. എന്നിട്ട് ഇത് 4 ഒരു കോളത്തിൽ ഇട്ടോളൂ. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കണം കേട്ടോ. ഈ 4 പ്രധാനപ്പെട്ടതാണ്. ഈ പഠിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആയോടോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആ ടോപ്പിക്ക് ശരിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വിശദമായിട്ട് ആവശ്യമുള്ളത് എല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലെ മാർഗനിർദ്ദേശത്വങ്ങളുടെ ആമുഖവുമായി അത് ശരിക്കും അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ വിശേഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓരോരുത്തർ അതിനെ വിശേഷിപ്പിച്ചെന്ന് പറഞ്ഞു. പിന്നെ ആർട്ടിക്കിള് പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചത്, കഴിഞ്ഞ വർഷം 50 ഒന്നുകൂടി പറഞ്ഞു തരാമോ? 50 ഹസന, 50 എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിച്ചിരിക്കണം. നീതി നിർവഹണ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേറിട്ട് കാണണം, വേർതിരിച്ചിരിക്കണം. രണ്ടും കൂടി ഒന്നായി പ്രവർത്തിക്കരുതെന്നാ പറയുന്നത്. പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ട 2 സംവിധാനങ്ങളാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറി. അത് ഒന്നായി പ്രവർത്തിക്കരുത്, രണ്ടും രണ്ടായി തന്നെ പ്രവർത്തിക്കണം. അപ്പൊ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിച്ചിരിക്കണം എന്ന് പറയുന്നതാണ് 50. ഹസന, കിട്ടിയോ? ക്ലിയർ ആയോടോ? ഓക്കെ. യെസ്, നമ്മുടെ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച 2-3 സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും ആ ചോദ്യം ഓപ്ഷൻ ഉൾപ്പെടെ നിങ്ങൾ എഴുതിക്കോളും. ഓപ്ഷൻ വേണ്ട, ഓപ്ഷൻ എഴുതിയ സമയം കളയണ്ട, നമുക്ക് ആൻസർ മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റേറ്റ്മെന്റ് എഴുതണം, അല്ലാതെ എയും ബിയും ബി മാത്രം സി മാത്രം അങ്ങനെയൊന്നും എഴുതണ്ട. അത് ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പം ചോദ്യം ഒന്ന് ആദ്യം പറയുന്ന ചോദ്യം അതേപോലെ എഴുതിക്കോളൂ. താഴെ പറയുന്നവയിൽ എഴുതിക്കോളൂ, സമയം തരാം. താഴെ പറയുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പ്രസ്താവനകൾ. താഴെ പറയുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പ്രസ്താവനകൾ എത്ര മതി? പ്രസ്താവനകൾ ഏവ എന്നാണ് എൻ്റെ അർത്ഥം. പ്രസ്താവനകൾ ഏവ എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ ആണ്. ഇനി നമ്പർ എ ബി എന്നല്ല ഇടേണ്ടത്. 1, 4, 1, 2, 3, 4 4 പ്രസ്താവനകളാണ് തരാൻ പോകുന്നത് കേട്ടോ. 1, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ൽ ഉൾപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ൽ ഉൾപ്പെടുന്നു. ഒരു പ്രസ്താവനയാണ്. ഇപ്പോഴും നിങ്ങൾ അതിനെ കമൻ്റ് ഒന്നും ചെയ്യണ്ട. ഞാൻ എല്ലാ പ്രസ്താവനയും പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഇപ്പം സമയം കളയണ്ട. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ൽ ഉൾപ്പെടുന്നു. 2 2
ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വയ്ക്കുന്നു. ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വയ്ക്കുന്നു. ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വയ്ക്കുന്നു. 2 സ്റ്റേറ്റ്മെന്റ് എഴുതിയോ? 2 സ്റ്റേറ്റ്മെന്റ് കിട്ടിയോ? ഓക്കെ. 3 ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ്. ഇനി 4-മത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. കിട്ടിയോ? നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. ഇനി പറഞ്ഞോളൂ നിങ്ങൾ. ഇത് നമ്മൾ 1, 2, 3, 4 എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ എന്ത് പറയും? വെരി ഗുഡ്, വെരി ഗുഡ്. 4 മാത്രം എന്ന് പറയുക. നമ്മുടെ ഇവിടുത്തെ ആൻസർ എഴുതുമ്പം നിങ്ങൾ 4 മാത്രം എന്ന് ആൻസർ എഴുതുക. കാരണം ഇനി അത് വായിച്ചു നോക്കൂ. ഇനി നമ്മൾ ഓരോന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു. നമ്മൾ പഠിച്ചതാണ്, 4-ാം ഭാഗത്ത് തന്നെയാണ്. അത് ശരി പ്രസ്താവന. പക്ഷെ നമ്മുടെ കീവേഡ് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ശരി നമുക്ക് വേണ്ട. അപ്പൊ അതങ്ങ് വിട്ടേക്കുക. 2 ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നു. ശരിയല്ലേ? അതും പ്രസ്താവന ശരിയാണ്. അതും നമുക്ക് വേണ്ട. 3 ഐറിഷ് ഭരണഘടനയിൽ, അതാണ് അയർലൻഡ് നമ്മൾ പഠിച്ചത്. അയർലൻഡ് ഭരണഘടനയാണ് ഐറിഷ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഇത് ഉൾക്കൊണ്ടത്. അതും ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനയാണ്. ലാസ്റ്റ് പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസബിൾ ആണെന്ന് അല്ല, നോൺ ജസ്റ്റിസബിൾ ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്. കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ നമുക്ക് വേണ്ടത് തെറ്റായതായതുകൊണ്ട് 4 മാത്രം എന്ന് ഉത്തരം എഴുതുക. കിട്ടിയോടോ? ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇതൊക്കെ പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് തെറ്റിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് തെറ്റിക്കാൻ സാധ്യതയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നിങ്ങളാരും തെറ്റിക്കൂല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളാരും തെറ്റിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു, പലരും ആൻസർ പറഞ്ഞവരെല്ലാം ശരി ആൻസർ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അത് ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. എഴുതി വെച്ചോളൂ. അതൊക്കെ ഈ ക്വസ്റ്റ്യന്റെ ആ കുരുക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അടുത്ത ചോദ്യം എഴുതിക്കോളൂ. നിർദ്ദേശ തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. അവിടെ ABCD മതി കേട്ടോ. 1, 2, 3 എന്ന് എഴുതണ്ട. അത് ഏതാണ്, A എന്നോ B എന്നോ C എന്നോ ആ ഉത്തരം ഏതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. A മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും. A ആണ്, ഒറ്റ പോയിന്റ് ആണത്. A മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും. എഴുതിയോ? എഴുതിയെങ്കിൽ പറയണം. A ഓപ്ഷൻ എഴുതിയെങ്കിൽ പറയണം. മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും എഴുതി. രണ്ടാമത് അല്ലെങ്കിൽ B, 2 B ആണ്. B ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. നോക്കൂ, വല്ലാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. കിട്ടിയോ? B ഓപ്ഷൻ എഴുതിയോ?
ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സുരക്ഷിതത്വവും സമാധാനവും. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും, അല്ലെങ്കിൽ സംരക്ഷണം, അന്താരാഷ്ട്ര എങ്ങനെ എഴുതിയാലും സുരക്ഷിതത്വവും അങ്ങനെ എഴുതിയാൽ. ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. സി എഴുതിയോടോ, പറയട്ടെ. സി നിയമത്തിനു മുമ്പിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. എഴുതിക്കോളൂ. നിയമത്തിനു മുമ്പിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. എഴുതിയോ? നിയമത്തിനു മുമ്പിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. ഓക്കെ ആണോ? ഡി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യ വേതനവും. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യ വേതനവും. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എനിക്കറിയാം നിങ്ങൾ ആൻസർ പറയുന്നത്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ ആൻസർ കറക്റ്റായി പറയുന്നുണ്ട്. ആൻസർ ഇവിടെ സി ആണ്. കാരണം ചോദ്യം എന്തായിരുന്നു? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ. മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും ഇതിൽ ഉൾപ്പെട്ടതാണ്. ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും ഉൾപ്പെട്ടതാണ്. നിയമത്തിന് മുമ്പിൽ ഉള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അതെവിടെ കിടക്കുന്നതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. വെരി ഗുഡ് ഫൗസിയ, അത് തന്നെയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ്. നിയമത്തിനു മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നും അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഉൾപ്പെടാത്തത്. ഇനി ഡിയും കൂടെ നോക്കാം. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യ വേതനം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കൊരു വർക്ക് തരാണ്. എനിക്കിപ്പോൾ അത് ചെയ്ത് കാണിച്ചു തരണം. എന്ത് വർക്ക് എന്നറിയാമോ? ഈ 4 പോയിന്റിൽ 8 കാര്യങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ 4 ഓപ്ഷനിൽ 8 കാര്യങ്ങൾ പറഞ്ഞു. അതിനെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ കാര്യം എഴുതിയിട്ട് അതിൻ്റെ നേർക്ക് എനിക്ക് അതിൻ്റെ ആർട്ടിക്കിളുകളും എല്ലാത്തിൻ്റെ ആർട്ടിക്കിളുകൾ കൂടി ഒന്ന് പറയാമോ? നല്ലൊരു വർക്കാണ്. ഇപ്പം എനിക്ക് വേണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പം ഒന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ എ എടുക്കാം. മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനം. ഉടനെ മദ്യനിരോധനം ഏത് വകുപ്പിലാണ്? കുടിൽ വ്യവസായങ്ങളുടെ വികസനം ഏതിലാണ്? ഓരോന്ന് പറഞ്ഞു. ആദ്യം ഇത് വരട്ടെ. വെരി ഗുഡ്. 47 ഒരു കാര്യം ചെയ്യൂ. അങ്ങനെ ഒരുപാട് പ്രിന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആർട്ടിക്കിൾ മാത്രം പറ. എയുടെ 2 ആർട്ടിക്കിൾ മാത്രം ഇട്ടാൽ മതി. അത് അങ്ങനെ ഇട്ടപ്പോൾ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 47 43 മതി. അങ്ങനെ ഇട്ടാൽ മതി. വെരി ഗുഡ്. 47 43 ഞാൻ പറഞ്ഞിട്ട് മതി. അടുത്തത് നോക്കൂ. ബി ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. 2 ആർട്ടിക്കിൾ മാത്രം ഇട്ടാൽ മതി. ഏകീകൃത സിവിൽ കോഡും വെരി ഗുഡ് 44 51 അങ്ങനെ ഇട്ടാൽ മതി. അങ്ങനെ ഇട്ടാൽ നിങ്ങളെല്ലാം കൂടെ വലിച്ചു വാരി പിടിച്ച് സമയം കളയണ്ട. ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനം. അടുത്തത് നിയമത്തിന് മുമ്പിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. നിയമത്തിന് മുമ്പിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള അതൊന്ന് പറഞ്ഞേ. അത് വരട്ടെ. വെരി ഗുഡ്. 14 15 വെരി ഗുഡ് അത് തന്നെയാണ്. 14 നിയമത്തിന് മുമ്പിൽ തുല്യത, 14 വിവേചനങ്ങളിൽ നിന്ന് സംരക്ഷണം, 15 വെരി ഗുഡ്. ഇനി ഒന്നുകൂടെയല്ലേ ഉള്ളൂ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യ വേതനവും. തുല്യ ജോലിക്ക് 40 39 ഡി, ചെറിയ ഡിയും. വെരി ഗുഡ് കണ്ട. നമ്മളിപ്പോ ഒരു ചോദ്യം, ആ ചോദ്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് വേറെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയും കൂടെ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം എക്സലന്റ് ആയിരുന്നു നിങ്ങളുടെ റിപ്ലൈ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കി എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് പറയാം. ശ്രദ്ധിക്കുക നിങ്ങൾ. അതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ചേരുംപടി ചേർക്കുക. പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. ചേരുംപടി മാച്ച് ദി ഫോളോയിങ്. ഇതൊക്കെ PSC ഇപ്പൊ എടുത്ത് ചോദിക്കുകയാണ് നമ്മളോട്. ചേരുംപടി ചേർക്കുക. ചോദ്യം എഴുതിക്കോളൂ.
ചേരുംപടി ചേർക്കുക. അവിടെ ചേരുംപടി ചേർക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു ക്ലേശി. നോക്കൂ, അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? നമ്മൾ പറയുന്നത് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക പറയുമ്പോൾ എന്താണെന്ന് അറിയുമോ? ഈ രണ്ട് പാർട്ടായിട്ട്. അപ്പൊ നമ്മൾ എഴുതുന്ന ഇടത് സൈഡിൽ ആദ്യം 1, 2, 3, 4 എന്ന് എഴുതിയിട്ട് ആ 1ന്റെ നേർക്ക് എ, 2ന്റെ നേർക്ക് ബി, 3. അപ്പൊ അവിടെയും 4 എണ്ണം വരും, ഇവിടെയും 4 എണ്ണം വരും. അങ്ങനെ എഴുതണം. ആദ്യം ഞാൻ ഈ റൈറ്റ്, നമ്മുടെ ശരിക്കും പറഞ്ഞ ആ ലെഫ്റ്റ് സൈഡിലുള്ള, അതായത് നമ്മൾ എഴുതുന്ന തുടക്കത്തിലുള്ള ആ 1, 2, 3, 4 വരെ ഉള്ളത് പറയാൻ പോകണം. എന്നിട്ട് ഞാൻ ABCD ഇപ്പുറത്തെ സൈഡിൽ അതിന് നേർക്ക് 1ന് നേർക്ക് എ അങ്ങനെ എഴുതണം. പറയട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചേരുംപടി ചേർക്ക ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിൽ 1 കൃഷിയും മൃഗസംരക്ഷണവും. കൃഷിയും മൃഗസംരക്ഷണവും. 2 ആദ്യത്തത് കൃഷിയും മൃഗസംരക്ഷണം. അത് 1 എന്ന നമ്പർ ഇട്ടാൽ മതി. 1 കൃഷിയും മൃഗസംരക്ഷണവും. 2 അതിന് താഴെ പരിസ്ഥിതി വനം വന്യജീവി സംരക്ഷണം. പരിസ്ഥിതി വനം വന്യജീവി സംരക്ഷണം. പരിസ്ഥിതി വനം വന്യജീവി സംരക്ഷണം. 3 2 കിട്ടിയോ? കൃഷിയും മൃഗസംരക്ഷണവും, പരിസ്ഥിതി വനം വന്യജീവി സംരക്ഷണം. 3 തുല്യ ജോലിക്ക് തുല്യ വേതനം. തുല്യ ജോലിക്ക് തുല്യ വേതനം. തുല്യ ജോലിക്ക് തുല്യ വേതനം. 4 മദ്യനിരോധനം. മദ്യനിരോധനം. ആ 4 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. 1 കൃഷിയും മൃഗസംരക്ഷണവും, 2 പരിസ്ഥിതി വനം വന്യജീവി സംരക്ഷണം, 3 തുല്യ ജോലിക്ക് തുല്യ വേതനം, 4 മദ്യനിരോധനം. ഇനി അതിൻ്റെയൊക്കെ നേർക്ക് ഇപ്പുറത്തോട്ട് അടുത്ത നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരിക. എ പറയട്ടെ, എഴുതി കഴിഞ്ഞോ? പറയട്ടെ. എ ആർട്ടിക്കിൾ എ എന്നിട്ടാതെ ആർട്ടിക്കിൾ 39D ചെറിയ ഡി. ആർട്ടിക്കിൾ 39 ചെറിയ ഡി. അതിന് താഴെ ബി ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47. സി ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 48A. ഡി ആർട്ടിക്കിൾ 48. ഇവിടെ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് അറിയാമോ? 1 എന്നെഴുതിയിട്ട് അതിൽ എ ആണോ ബി ആണോ, കോമ 2 അങ്ങനെ അവിടെ കമന്റ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടല്ലോ? 1 എന്ന് പറഞ്ഞാൽ കൃഷിയും മൃഗസംരക്ഷണവും, അത് എ ആണോ ബി ആണോ സി ആണോ, കോമ ഇട്ടിട്ട് 2 അങ്ങനെ ഒന്ന് എനിക്ക് എല്ലാം ഒന്ന് കമന്റ് ചെയ്ത് തരുമോ? ഉത്തരം 1 ഡി എന്നാണ് പലരും പറഞ്ഞത്. 1 ഡി എന്ന് പറഞ്ഞാൽ നോക്കിട്ട് കൃഷിയും മൃഗസംരക്ഷണവും ഡി. അതെ 48. വെരി ഗുഡ് വെരി ഗുഡ്. 2 അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞാലും മതി. 2 എനിക്ക് ആൻസർ അതിൽ അങ്ങനെയായിട്ട് പറയണ്ട. ഡി ആണോ എ ആണോ ബി ആണോ അത് മാത്രം മതി. എല്ലാം കൂടെ ഇല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആകും. നിങ്ങളത് ആൻസർ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എഴുതിയാൽ 2 സി എന്നാണ് എല്ലാവരും പറയുന്നത്. നോക്കാം. പരിസ്ഥിതി വനം വന്യജീവി സംരക്ഷണം. അതെ സി ആർട്ടിക്കിൾ 48A. വെരി ഗുഡ്. അടുത്തത് 3 തുല്യ ജോലിക്ക് തുല്യ വേതനം. അപ്പൊ 3 ആർട്ടിക്കിൾ ഏതാണ്? 3 ആർട്ടിക്കിൾ ഏതാണ്? എ ആണ്. വെരി ഗുഡ് വെരി. അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അല്ല നിങ്ങൾ അവിടെ ആൻസർ എടുത്ത് എഴുതി വെക്കേണ്ട. ഈ 1 എ ആണോ ബി ആണോ സി ആണോ അതാണ് ആൻസർ ചെയ്യേണ്ടത്. അത് എ ആണ്. ശരി. തുല്യ ജോലിക്ക് തുല്യ വേതനം. മദ്യനിരോധനം ബി ആണ്. ഓക്കെ. അപ്പൊ ഇനി ഒരുമിച്ച് അങ്ങനെ പറ. 1 ഡി, 2 അങ്ങനെ ഒന്ന് എല്ലാ ആൻസർ ആ പരീക്ഷയ്ക്ക് എഴുതും പോലെ ആൻസർ എനിക്കൊന്ന് കമന്റ് ചെയ്ത് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് തരൂ. 1 ഏതാണ്? ബി. 2 സി, 3 എ, 4 ബി. വെരി ഗുഡ് വെരി ഗുഡ്. വൈദേഹി അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം കേട്ടോ. അങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ ചോദ്യം. അപ്പോ
നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ച ഒരു 3 പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള ചോദ്യവും പറഞ്ഞു. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ? നന്നായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ ആണോ? വെരി ഗുഡ്. നിങ്ങൾ നന്നായിട്ട്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം, ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ഷനൊക്കെ ചോദിക്കുമ്പോൾ പല ആൾക്കാർക്കും അത് നമ്മളോട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പഠിച്ചങ്ങോട്ട് മുന്നോട്ട് പഠിപ്പിച്ച് പോകാൻ പോലും തോന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നു. നിങ്ങൾ നന്നായിട്ട് നിങ്ങളത് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം ക്ലാസ് എപ്പോഴും. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമ്മൾ ഇതുപോലെയുള്ള പിന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ ആയാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഇൻട്രാക്ഷനിലൂടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അല്ലാതെ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഭയങ്കര ബോറായി തോന്നും. എനിക്ക് തന്നെ സംശയം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് ഓക്കെ. മൗലിക കടമ കഴിഞ്ഞാൽ കമ്മീഷൻ എടുക്കാം. മൗലിക കടമയും കൂടെ എടുത്തിട്ട് കമ്മീഷൻ. എന്ത് കമ്മീഷനാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഭരണഘടനാ കമ്മീഷനും സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനും ആക്കണം. എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൗലിക കടമകൾ ആ ഓർഡറിൽ പോട്ടെ. അപ്പം രണ്ടാമത്തെ ഭാഗമായ പൗരത്വം പഠിച്ചു, 3ാമത്തെ ഭാഗമായ മൗലികാവകാശം പഠിച്ചു, 4ാമത്തെ ഭാഗമായ മാർഗനിർദ്ദേശകത്വങ്ങൾ പഠിച്ചു. ഇനി മറ്റന്നാള് മൗലിക കടമകൾ. അത് മറ്റന്നാൾ തീരും. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. മറ്റന്നാൾ കൊണ്ട് തന്നെ നമുക്ക് തീർക്കാം. ഒറ്റ ദിവസം മതി അത്. മൗലിക കടമകൾ മറ്റന്നാൾ നമുക്കങ്ങ് തീർക്കാം. വിവരാവകാശ കമ്മീഷനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മീഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് അതിലെ ആളുകളൊക്കെ മാറി, അതൊക്കെ ചേർത്ത് നമുക്ക് പറയാം കേട്ടോ. ഇപ്പം വിവരാവകാശ കമ്മീഷനിലും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനും നിലവിലെ വനിതാംഗമൊക്കെ മാറി. ഈ ഡിസംബർ ലാസ്റ്റ് ആൾ മാറി. നമ്മൾ മുമ്പ് മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ വനിതാംഗം ജ്യോതിക കൽറ എന്നാണ് പറഞ്ഞിരുന്നത്. ജ്യോതിക കൽറ മാറി. ഇപ്പം വിജയഭാരതി സയാനിയാണ് അതിലെ അംഗമായി വരുന്നത്. അതൊക്കെ നമുക്ക് പറയാം, അതെടുക്കുമ്പോൾ നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ പഴയ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾ അതിനെ എന്താണ് പഴയ ആളുകളെ ഇപ്പം ഈ കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, പുതിയ പദവികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകണം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് മറ്റന്നാൾ വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. ഒരു ശുഭരാത്രി നേരുന്നു. വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.